നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. ജയിലുകളിൽ കഴിയുന്ന അനേകം വ്യക്തികളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ബലാത്സംഗ കേസുകളിൽപ്പെട്ടവരുണ്ട്, അതുപോലെ അശുദ്ധ പാപങ്ങളുടെ പിടിയിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ മറ്റ് പല പാപങ്ങളുടെയും പിടിയിൽപ്പെട്ടിട്ടുള്ള ഒത്തിരി മനുഷ്യരെ കാണാൻ സാധിക്കും. ഭാര്യ ഉപേക്ഷിച്ച് പോയവരുണ്ട്. മിക്കവാറും ഏത് വ്യക്തിയെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ പെൺകുട്ടികളെ എടുത്ത് പരിശോധിച്ചാൽ, ആൺകുട്ടികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, പ്രേമബന്ധങ്ങളിലൊക്കെ കുടുങ്ങി കോളേജ് ക്യാമ്പസിൽ പല തെറ്റുകളിലും വീണ് നടക്കുന്ന കുട്ടികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് പോലും അറിഞ്ഞുകൂടാ അവരുടെ തെറ്റിൻ്റെ കാരണം എന്താണ്. പ്രിയമുള്ളവരെ, അവരുടെ വ്യക്തിഗത ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ആഴമായ വെറുപ്പിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും പല പാപബന്ധനങ്ങളിലും വീണിട്ട് കുമ്പസാരിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ചില കുരുക്കുകളിൽപ്പെട്ട് കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു നിർവചനം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാനാവില്ല, ഞാൻ രക്ഷപ്പെടുകയില്ല. എന്താണ് കാരണം? ഒരടിസ്ഥാന ബന്ധനമായ വെറുപ്പ് എപ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്. അത് മാതാപിതാക്കന്മാരിൽ നിന്നായിരിക്കും. ഞാൻ രാവിലെ സൂചിപ്പിച്ചു, മാതാപിതാക്കന്മാർ ദൈവസ്നേഹം നഷ്ടപ്പെട്ട, കൃപ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ അവിടെ നിന്നായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഉദരം മുതൽ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം. ഇതിനെയൊക്കെ നമ്മൾ കീഴടക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എന്താണ് അത്? നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. ഏതാ? പാപം. നീ അതിനെ കീഴടക്കണം. നമ്മൾ കീഴടക്കാൻ നോക്കിയിട്ട് ഒന്ന് കീഴടക്കി വരുമ്പം അടുത്തതിനകത്ത് വീണു പോകും. പാപം വെച്ചിരിക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും. എന്തൊക്കെയാണെന്നറിയോ? വിശുദ്ധ കുർബാനയിലോ പള്ളിയിലോ ഒരു കൂട്ടായ്മയിലോ പോകണമെന്ന് തോന്നിയാൽ നമുക്ക് പോകാൻ തോന്നുന്നില്ല. നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ നീ പൊക്കോടി, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങും. നമുക്ക് പള്ളി കുർബാനയ്ക്ക് പണ്ട് കൃത്യമായിട്ട് ചെന്നിരുന്ന ആളായിരിക്കും, പകുതിയാകുമ്പോഴേ നമുക്ക് പോകാൻ തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചോണം. 1 മണിക്കൂർ നേരം പ്രാർത്ഥിച്ചിരുന്ന ആളായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് തീരെ താല്പര്യമില്ലാതെ വരും. ഇതൊരു ലക്ഷണമാണ്. ഇത് പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ധ്യാന കേന്ദ്രത്തിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇറങ്ങുന്ന നേരത്ത് ഇങ്ങോട്ട് ഓടി വരണമെന്നുള്ള പ്രത്യേക താല്പര്യം തോന്നി അപ്പം മനസ്സിലായിക്കോണം, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കാം. തിന്മ നിങ്ങളിൽ കുടികൊണ്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് തോന്നും, ഇന്ന് പോകണം. പോന്നാൽ തന്നെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്ന് പള്ളിയുടെ ഇതിലേക്ക് ഒന്ന് കറങ്ങി പള്ളി കയറി ഇരിക്കാൻ തോന്നുകയില്ല. ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വരും. അതാണ് അടുക്കളയിലെ കാര്യം എങ്ങനെയാണെന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് ഈ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാകില്ല. ചില പള്ളിയിലെ കപ്പ്യാരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ പള്ളിയോട് അടുത്തിരിക്കുന്നത് കപ്പ്യാരാണ്. എന്നാൽ കപ്പ്യാർ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. കപ്പ്യാർ എന്ത് ചെയ്യാണ്? ഒന്നുകിൽ ഇതോ വീശുന്നതിൻ്റെ പുറകായിരിക്കും, അല്ലെങ്കിൽ ജനൽ തള്ളി തുറക്കാൻ പോകും. എപ്പോഴും വേറൊരു കാര്യമാണ്, ശാന്തമായിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു ശുശ്രൂഷകനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താ? ചെയ്ത് എല്ലാവരോടും ദേഷ്യം, അച്ഛനോട് ദേഷ്യം, പള്ളിക്കാരോട് ദേഷ്യം, നാട്ടുകാരോട് ദേഷ്യം, മൊത്തം ആളുകളോട് ദേഷ്യമാണ്. ഇങ്ങനെ തിന്മ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ചിലരിന്ന് ഉറങ്ങുന്നത് കാണാൻ സാധിക്കും. ഒരച്ഛന് നന്നായി കുർബാനയില്ലെങ്കിൽ കപ്പ്യാരുടെ മുഖത്തേക്ക് നോക്കാതിരുന്നാൽ മതി. അതുപോലെയാണ് ശുശ്രൂഷക്കാരുടെ ചില കപ്പ്യാരിമാരുടെ പ്രവർത്തനം. അവരെ കുറ്റം പറയുകയല്ല ഞാൻ. കാരണം എന്താണെന്നറിയോ? അച്ഛൻ ചൂടാവും കപ്പ്യാരോട്, ട്രസ്റ്റ് ചൂടാവും കപ്പ്യാരോട്, പള്ളിക്കാരും കമ്മിറ്റിക്കാരും ചൂടാവും, കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇങ്ങനെ അവസാനം കപ്പ്യാരുടെ മനസ്സ് മുരടിച്ച് വെറുപ്പ് കയറിപ്പോവും. അതോടുകൂടി ഒരു കൂതാശയിലും അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ വരുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കും. ചില വൈദികരിങ്ങനെ ആയിപ്പോവും. കാരണം എന്താണ്? കുറേ കാലം കഴിയുമ്പോൾ മുറിവ് വെക്കാൻ തുടങ്ങും മനസ്സ്. ആത്മാർത്ഥതയോടെ ജനത്തെ സ്നേഹിച്ചാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്? പള്ളി കുർബാനയ്ക്ക് കൃത്യസമയത്ത് വരണം, കൊച്ചു കരയരുത്, ലൈനായിട്ട് നിൽക്കുക. ഇതൊക്കെ എന്താണ്? ആ പള്ളിയോടും ആ ശുശ്രൂഷയോടും ആ പുരോഹിതം കാണിക്കുന്ന സ്നേഹമായിരിക്കും. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യും? ആളുകളെല്ലാം കൂടെ അച്ഛനെ ചീത്ത പറയും. അങ്ങനെ ഒരു കാലം കഴിയുമ്പോൾ അങ്ങ് മുറിവേറ്റ് പുരോഹിതന്മാർക്ക് ഇനി വേണേ ഇവൻ കുർബാന അനുഭവിച്ചാൽ മതി, വേണേ കുർബാന അറ്റൻഡ് ചെയ്താൽ മതി,
വേണേ കേട്ടാൽ മതി എന്ന് പറഞ്ഞൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങും. ആത്മീയ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന തകർച്ചയാണ്. ഇതെല്ലാം ആത്മീയ മേഖലയിൽ കണ്ടമാനമുണ്ട്. നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലും ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാം. നമുക്ക് ഈ താല്പര്യക്കുറവ് ആത്മാവിൽ വരും. നമ്മുടെ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റ് നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നതിൻ്റെ അടയാളമാണ്. ഇനി പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നത്തേ ഇല്ല. പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുടെ കാര്യമൊക്കെ നമ്മൾ പക്ഷേ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേകതയാണ്, ഈ കൃപയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കെന്താണ്, ലോക കാര്യങ്ങളൊന്നും കേൾക്കാൻ നമുക്കൊട്ട് വലിയ താല്പര്യം ഇല്ല. വേണമെങ്കിൽ ആവശ്യമുണ്ട് കേൾക്കേണ്ടി വരും. പക്ഷേ നമുക്കെന്താണ് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടാൻ തുടങ്ങും. എടി ഞാൻ മറ്റേ വിഷയം ഒന്ന് പറഞ്ഞേടി കേൾക്കട്ടെ, നമുക്ക് ഇൻട്രസ്റ്റ് കൂടാൻ തുടങ്ങും. ഇല്ലേലോ നമ്മൾ ഓർക്കും, എന്തിനാണ് ഞാൻ ആവശ്യമില്ലാത്തവരുടെ കാര്യം കേൾക്കുന്നത്. കൃപയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വ്യത്യാസം. അപ്പം നിങ്ങളുടെ മേൽ പാപം കയറി താല്പര്യം വെച്ച് നിങ്ങളെ കീഴടക്കാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല രസം. പറയടി മറ്റേതാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ തോന്നാൻ തുടങ്ങും. പിന്നെന്താണ്, ദൈവവചനത്തോട് തീരെ താല്പര്യമില്ല. ബൈബിളിൽ ഒരു വാക്യം എടുത്ത് വെച്ച് ഒന്ന് ധ്യാനിക്കണം, ഒന്ന് ചിന്തിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. നമുക്ക് വേദപുസ്തകം കൈകൊണ്ട് തൊടാൻ പോലും പറ്റുകയില്ല. കാര്യം 1-2 ബൈബിള് മേടിച്ച് ഇതുപോലെ, ഈ അടുത്ത കാലത്തൊരു ഫാഷനാണ് ഇതുപോലെ ബൈൻഡ് ചെയ്യുക. എന്നിട്ട് ബൈൻഡ് ചെയ്ത് വീട്ടിൽ കൊണ്ട് വച്ചേക്കും, പക്ഷേ തുറന്ന് വായിക്കത്തില്ല. അപ്പോൾ ബൈൻഡ് ചെയ്ത് ബൈബിളൊക്കെ നമ്മുടെ കയ്യിൽ നമ്മളെല്ലാവരും 1, 2, 3 ഒക്കെ മേടിച്ച് വെക്കും. ചുവന്ന കളറ്, പച്ച കളറ്, നീല കളറ്. പക്ഷേ എന്ത് ചെയ്യത്തില്ല, ഒറ്റ വാക്യം ചോദിച്ചാൽ അറിയാൻ മേല. കാര്യം എന്താ, വചനം വായിക്കാൻ താല്പര്യമില്ല. പിന്നെന്താണ്, നമ്മൾ നിൽക്കുന്ന കൂട്ടായ്മയിൽ, അത് പള്ളിയായിരിക്കാം, ഒരു പ്രാർത്ഥനയോഗമായിരിക്കാം, ഒരു ധ്യാന ശുശ്രൂഷയായിരിക്കാം, അവിടെ നമുക്കൊരു അന്യതാബോധം ഉണ്ടാകാൻ തുടങ്ങും. ഞാനാരാ, ഞാനില്ലല്ലോ എന്നൊക്കെ തോന്നാൻ മതി. മറ്റേത് എൻ്റേതാണെന്നുള്ള തോന്നായിരിക്കും. അതങ്ങ് പതുക്കെ ക്രമേണ പോകും. പിന്നെ അവസാനം ദൈവിക ശുശ്രൂഷകൾ പതുക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കും. ഞായറാഴ്ച ദിവസം പുതിയ പരിപാടികൾ നമ്മൾ കണ്ടുപിടിക്കും. ഏറ്റവും അവസാനം നമുക്കുണ്ടാകുന്നത്, നമ്മളെ നയിക്കുന്നവരോട് നമുക്ക് വെറുപ്പാകും. ഇപ്പോൾ ഒരു അച്ഛനാണ് നമ്മുടെ പള്ളിയിൽ നമ്മളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ കണ്ണ് കയറിയാൽ കാണാൻ മേലാത്ത അവസ്ഥ വരും. നിങ്ങളുടെ മദ്രാസനത്തൊരു ബിഷപ്പുണ്ടോ, ആ ബിഷപ്പിനെ നിങ്ങൾക്ക് കാണാൻ മേല. അങ്ങനെ നമുക്ക് ഈ നമ്മളെ ശുശ്രൂഷിക്കുന്നവരോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപപ്പെടും. ക്ഷമിക്കാൻ പറ്റാതെ കിടക്കും. ഇതിവിടെ വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവർ, പിശാചിന് നമ്മളെ കീഴടക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ വന്നു എന്നാണ് അർത്ഥം. എത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് കായേൻ ഹാബേലുമായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി, എന്നെ ആയാലും ദൈവം സ്വീകരിച്ചില്ല. ആ ദൈവം സ്വീകരിച്ചില്ല, വേണ്ട, ഞാൻ എൻ്റെ പണി നോക്കാൻ പോവുക. അവൻ വയലിലേക്ക് ഇറങ്ങി. കണ്ടോ, അവൻ പഴയ കൃഷിസ്ഥലത്തേക്ക് തന്നെ പോയി. ആ കൃഷിസ്ഥലത്ത് ചെന്നപ്പോൾ പണ്ട് കാലത്ത് എന്താണ്, അവൻ കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ വിളവുകളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, വയലിലേക്ക് ഇറങ്ങിയപ്പോഴെല്ലാം അവൻ്റെ ചിന്ത കൃഷി ചെയ്യണമെന്നല്ല. ഹാബേൽ ആടിനെ തീറ്റാനല്ലേ പോയിട്ടുണ്ട്. ഉടനെ പറയാം, ഹാബേൽ നീങ്ങി വന്നേ, നമുക്കൊന്നിച്ച് വയലിലോട്ടൊന്ന് പോകാം, എൻ്റെ കൃഷിയുടെ ഒക്കെ ഒന്ന് കാണാൻ പറയും. ഇതാ അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു, സഹോദരനെ എങ്ങനെ കൊല്ലാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. സഹോദരനെ എങ്ങനെ നശിപ്പിക്കാം, അവൻ്റെ വ്യക്തിത്വം എങ്ങനെ തകർക്കാം, അവൻ്റെ പേരെങ്ങനെ നശിപ്പിക്കാം, അവൻ്റെ ഉയർച്ചയിൽ എങ്ങനെ നമുക്ക് അവനെ ഇട്ട് പാര വെച്ച് കൊടുക്കാം എന്നെല്ലാം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങും. ഒരു പള്ളിയിലേക്ക് 10 പേര് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പോകാതിരിക്കാൻ എന്നാക്ക മാർഗമുണ്ട് നമ്മൾ ചിന്തിക്കും. ഒരു മനുഷ്യനെ ആർക്കെങ്കിലുമൊക്കെ നാട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവൻ്റെ കുറ്റമെല്ലാം പറഞ്ഞ് അവനെ ഇഷ്ടമില്ലാതാക്കി തീർക്കും. ഒരു പെങ്കൊച്ചിനെക്കുറിച്ച് ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും, നമ്മൾ അവളെക്കുറിച്ച് കുറച്ച് മോശം കാര്യം പറഞ്ഞുണ്ടാക്കും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചൊക്കെ തിന്മ പറയാനും ഒക്കെ ചെയ്യാൻ തുടങ്ങും. പിന്നെ ദേഷ്യവും അരിച്ചവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും മറ്റുള്ളവരുടെ വാക്കിനെ മാനിക്കുകയില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുക, പറയുക. സമൂഹ നിയമങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുകയാണ്, നമ്മൾ ലംഘിക്കാൻ തുടങ്ങും. നമ്മൾ ടാക്സ് കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ നോക്കും, നിയമം ലംഘിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ദൈവിക നിയമങ്ങളോടും സമൂഹ നിയമങ്ങളോടും നമ്മൾ അതിലംഘനം കാണിക്കും. അങ്ങനെ ഒരു കപടനായി മാറും. എന്നിട്ട് കർത്താവ് കായേനോട് അവസാനം പറഞ്ഞ വാക്ക് എന്ത് ചെയ്തു, അവൻ സഹോദരനെ വധിച്ചു. കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ വ്യക്തിത്വം തകർക്കുക, അവൻ്റെ പേരില്ലാതാക്കുക, അവനോട് വെറുപ്പ് വെച്ച് കൊടുക്കുക, ബന്ധം തകർക്കുക എന്നൊക്കെ അതിനർത്ഥം.
അങ്ങനെ പലരോടും മിണ്ടുകയില്ല, പലരോടും വർത്തമാനം പറയുകയില്ല, പലരുമായിട്ട് ബന്ധങ്ങൾ തകർത്തു. ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമായിട്ട് നമ്മൾ കലിയും പൂണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ദൈവം അവനെക്കുറിച്ച് പറഞ്ഞു, കായേൻ, നീ നോക്ക്, നിൻ്റെ സഹോദരൻ ഹാബേൽ എവിടെയാ? ഉടനെ അവൻ പറഞ്ഞു, ഞാനെന്താ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. ഒരുത്തൻ്റെ കാര്യം എന്നോട് ചോദിക്കണ്ട, എൻ്റെ കാര്യം മാത്രം എന്നോട് ചോദിച്ചാൽ മതി. മറ്റൊരുത്തൻ്റെയും കാര്യം എനിക്കറിയണ്ട. ഒരുത്തനും ഗുണമില്ല, ഒരുത്തനും ഗുണമാകാൻ പോകുന്നില്ല. എല്ലാവരും നശിക്കും. ശാപങ്ങളും പിന്നെ പ്രാക്കും നേർച്ചയായിട്ട് കഴിയുന്ന ചില സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാൻ സാധിക്കും. കുടുംബത്തിൽ എന്നും പ്രാക്കും നേർച്ചയായിട്ട് ചില വല്യമ്മച്ചിമാരാണ് ഈ പരുവത്തിനെത്തുന്നത്. അതായത് ചെറുപ്പത്തിൽ ആരംഭിക്കുന്നതാണ് ഈ ശുശ്രൂഷ. പ്രായമായി ഒരു പരുവത്തിനെത്തുമ്പോൾ 10-60 വയസ്സാകുമ്പോൾ മുടിഞ്ഞു പോകത്തേ ഉള്ളടി, നീ നിൻ്റെ മക്കൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. നേർച്ചയും കാഴ്ചയും വഴിപാടുമായിട്ട് ചില അമ്മച്ചിമാർ ഏതാണ് അവസാനത്തെ ആണി അടിച്ചതിൻ്റെ ലക്ഷണമായി കാണുന്നത്. ഇനി അങ്ങോട്ട് പോയാൽ മതി, നരകത്തിലേക്ക് പോയാൽ മതി. ആ പരുവത്തിന് എത്തിയതിൻ്റെ ലക്ഷണമാണ് ഈ പ്രായമാകും തോറും ഈ പരുവത്തിനാകുന്നത്. ശാപവാക്കുകളും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മനസ്സിൽ കയറി ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആർക്കും സ്നേഹിക്കാൻ പറ്റുന്നില്ല. ചില പ്രായം ചെന്നവരെ കൈകാര്യം ചെയ്യാൻ എന്നാ പാടാ. ഒരു തരത്തിലും വഹിക്കാൻ മേലാത്ത പരുവമായി തീരും നമ്മുടെ ചില വീടുകളിലെ ചില വല്യമ്മമാരെയും വല്യപ്പന്മാരെയും നോക്കിയാൽ ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പറയും ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് സംശയം. ഇനി ഇറച്ചി കൊടുത്താൽ പറയും മീൻ മതിയെന്ന്. ഉപ്പ് കൂടിയാൽ പറയും കൂടിപ്പോയത്, കുറഞ്ഞാൽ പറയും കുറഞ്ഞു പോയത്. എന്നും ബഹളങ്ങൾ. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമെന്നറിയോ? കൃപയില്ലാത്തതിൻ്റെ ലക്ഷണം, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ലക്ഷണമാണ്. ഇനി എന്താണ്? കർത്താവ് പറഞ്ഞു, കായേൻ, ഇത്രയൊക്കെ നിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി, നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ദൈവം കൊടുത്തതല്ലത്. ഈ പ്രോസസ്സിലൂടെ കടന്നുപോയി നീ ഒരു ശാപത്തിൻ്റെ ഉടമയായി മാറിയിരിക്കുകയാണ്. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നുപോയി ശാപത്തിൻ്റെ ഉടമയായിരിക്കുക. എന്താ ശാപം എന്ന് പറഞ്ഞാൽ? ശാപം കിട്ടിയാൽ ഒന്നാമത്തെ ലക്ഷണം, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ഫലപ്രദമാകുകയില്ല. ദൈവം പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് അടുക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ, തമ്പുരാൻ ഒരു തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തമ്പുരാൻ നിസ്സഹായനായി മാറി നിൽക്കും. നിങ്ങൾ പ്രാർത്ഥന നിർത്തുകയില്ല, ഭയങ്കര പ്രാർത്ഥന, പക്ഷേ ഒരു പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഇങ്ങോട്ട് പോരുകയില്ല. രണ്ടാമത്തേത്, നിങ്ങൾ പള്ളിയിൽ പോയി നിന്നപ്പോൾ പണ്ട് കാലത്ത് അനുഭവങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് പള്ളിയിൽ നിൽക്കാൻ സന്തോഷം. ഇപ്പോൾ ഒരു അനുഭവമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പള്ളി വിടും, അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തെ, നിങ്ങളുടെ ഭവനങ്ങളിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ക്രമരഹിതമായി തീരും. പിള്ളേർ പ്രോപ്പറായിട്ട് പഠിക്കുകയില്ല, പഠിപ്പിക്കാൻ വിട്ടാൽ വേറെ ബന്ധങ്ങളുണ്ടാക്കും പോയി, അതങ്ങനെ ആ വഴിക്ക് അതിലേ പോകും. ബാധ്യത നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ മേലാതെയായി, അതങ്ങനെ അങ്ങ് പോകും. പശുവിനെ മേടിക്കാൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ പശു 2-3 ചത്തുപോകും. ആടിനെ മേടിച്ചു കഴിഞ്ഞാൽ ആടിനെ മച്ചിയായി പോകും. ഇങ്ങനെ എന്നാ കേസുകെട്ടെ ചെന്ന് പിടിച്ചാലും പ്രശ്നങ്ങൾ. അങ്ങനെ എല്ലാം ഒരു വലിയ കുഴപ്പമില്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ വയറ്റിലൊരു മുഴ വന്ന് ഓപ്പറേഷൻ. ഒരു കാര്യവും ക്രമമാകുകയില്ല. ഒരു രോഗം മാറിക്കഴിയുമ്പോൾ അടുത്ത രോഗം, കൊച്ചിൻ്റെ അസുഖം മാറിക്കഴിയുമ്പോൾ അപ്പനസുഖം. 10 രൂപ ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് നമ്മളെന്ത് ചെയ്യും? ഒരു 1 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി പിടിച്ചു. ചിട്ടി അടച്ച് പിടിക്കാറായപ്പോഴേക്കും മകൻ ബൈക്കിൽ പോയി ഒടിഞ്ഞു വീണ് കാലൊടിഞ്ഞ് കിടപ്പുണ്ട്. ഓപ്പറേഷൻ 2.5 ലക്ഷം രൂപ. ഇങ്ങനത്തെ അനുഭവങ്ങൾ ആയിട്ട് പലരും നമ്മുടെ നാട്ടിലുണ്ട്, ഇതിനിടയിലും കാണും. എന്താ കാര്യം എന്നറിയോ? നിങ്ങളുടെ ജീവിതം ശാപഗ്രസ്തമായതിൻ്റെ ലക്ഷണം. ദൈവം ശപിച്ചതല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് ദൈവത്തെ വേണ്ടെന്ന് വെച്ച് ദൈവം സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്നപ്പോൾ, ദൈവം നിന്നിൽ താല്പര്യം വെച്ച് നിന്നപ്പോൾ, ഇതാ നീ ദൈവത്തിൽ നിന്ന് ഉചിതമായി പ്രവർത്തിക്കാതെ, നല്ലത് ചെയ്യാതെ, പാപത്തെ കീഴടക്കാതെ, പാപം നിന്നിൽ താല്പര്യം വെച്ചപ്പോൾ അതിൽ നിന്ന് മാറി പുറകോട്ട് പോകാതെ, ഹൃദയം തുറന്ന് കുമ്പസാരിക്കാതെ, കൂദാശകളെ തിരസ്കരിച്ച് ജീവിച്ചതിന് അനന്തര ഫലം ഒരു വ്യക്തിയിൽ രൂപം കൊള്ളുന്നതാണ്. ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ, ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയുടെ വീട്ടിലെ അവസ്ഥ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ധ്യാനമൊക്കെ കൂടി കൽപ്പനകളെക്കുറിച്ചൊക്കെ പഠിച്ച് കൽപ്പനയൊക്കെ കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞ് കൗൺസിലിങ്ങൊക്കെ ചെയ്ത് പിശാചിനെയൊക്കെ ബഹിഷ്കരിച്ച് ബന്ധിച്ച് മോചിപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം വരുന്നത്. അതുവരെ ഇങ്ങനെയായിരിക്കും അവസ്ഥ. നിങ്ങൾ ധ്യാനം കൂടുന്നതിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചേ.
ഇതല്ലായിരുന്നു ഗതി. അതെ. ഇനി അടിക്കടി തകർച്ചകൾ വന്നുകൊണ്ടിരിക്കും. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള പല വരദാനങ്ങളുമുണ്ട്, അതൊന്നും വർക്ക് ചെയ്യുകയില്ല. കുടുംബജീവിതം ഒരു വരദാനമാണ്, ഒരു അഭിഷേകമാണ്. അത് വർക്ക് ചെയ്യാതെ വരുന്നതോടുകൂടി ഭാര്യ പറയുന്നത് എന്താണെന്ന് ഭർത്താവിന് മനസ്സിലാകുകയില്ല. ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് വേറൊന്ന് മനസ്സിലാക്കും. ഭർത്താവ് ഒന്ന് പറയും, ഭാര്യ വേറൊന്ന് മനസ്സിലാക്കും. മക്കളൊന്ന് പറയും, അപ്പൻ വേറൊന്ന് മനസ്സിലാക്കും. അപ്പനൊന്ന് പറയും, മക്കൾ വേറൊന്ന് മനസ്സിലാക്കും. വീട്ടിൽ എപ്പോഴും വഴക്ക്. പിന്നെ അതോടുകൂടി നിങ്ങൾ പൊതുവെ ഒരു നിരാശരാകും. എന്നത്തിന് ജീവിക്കുക? മക്കൾക്ക് വേണ്ടിയാണെന്നോർത്താ ഇത്രയും നാളും ജീവിച്ചത്. ഇപ്പം പിള്ളേരോട് എതിരിടാൻ തുടങ്ങി. ഇനി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഭാര്യയും കുടുംബത്തിനും വേണ്ടിയാണെന്ന് ഓർത്തത്. ഇനി അവളെ വിട്ടു, അവളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവളെനിക്കെതിരാണ്. പള്ളിക്ക് വേണ്ടിയാണ് ജീവിച്ചെന്ന് ഓർത്ത് പള്ളിക്കാരെല്ലാം കൂടെ പുറത്താക്കി. ഇപ്പോൾ അങ്ങോട്ട് കയറാൻ മേല. അയലോക്കംകാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം എല്ലാം തകർന്ന് കിടക്കുക. പിന്നെന്താ? ബന്ധങ്ങളേ ഇല്ല. അങ്ങനെ ഒരൊറ്റയാൻ്റെ പരുവത്തിന് ഏകാന്തത നമ്മളെ വിഷമിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ചിലർക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള തോന്നൽ ഉണ്ടാകും. തന്നെ മരിച്ചു എന്നൊക്കെ പറയുന്ന ചില കേസ് കെട്ടെല്ലാം പ്രിയമുള്ളവരെ പലരും ആത്മഹത്യ ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നിരാശപ്പെട്ട് പുറത്ത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുമെന്നുള്ളതേ ഉള്ളൂ. പലരും ആത്മഹത്യയുടെ വക്കിലെത്തുന്നു. ദൈവത്തെയും കൂട്ടായ്മയെയും സഭയെയും പുരോഹിതന്മാരെയും എല്ലാവരോടും അങ്ങോട്ട് വെറുപ്പ് നിറയാൻ തുടങ്ങും ഉള്ളിൽ. അതോടുകൂടി നമ്മൾ ചില ലേഖനമൊക്കെ ചിലപ്പോൾ എഴുതി വിടും. എന്താണ്? അച്ഛന്മാർ കള്ളന്മാർ, സഭ തട്ടിപ്പിടപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ലേഖനങ്ങൾ എഴുതും. ചില പുരോഹിതന്മാർ സഭ വിട്ടു പോയിട്ട് സഭയ്ക്കെതിരായിട്ട് മത്സരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ചിലർ പള്ളിയിൽ നിന്ന് പുറത്തു പോകും. പുറത്തിട്ട് പള്ളിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, ദേവാലയത്തെ ചീത്ത പറയും, ദേവാലയം തട്ടിപ്പാണെന്ന് പറയും. ഇതെല്ലാം പള്ളിയുടെ കുഴപ്പമൊന്നുമല്ല, മറിച്ച് ആ വ്യക്തിയിലുണ്ടാകുന്ന തിന്മയുടെ ഒരു ദുരാത്മാവ് ആ വ്യക്തിയെ നശിപ്പിക്കാൻ ശാപഗ്രസ്തമായൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നതാണ് ആ വ്യക്തി. അവസാനം എന്താ സംഭവിക്കുന്നറിയോ? ജീവിതത്തിന് ലക്ഷ്യമില്ല എന്ന് തോന്നുന്നു. ഒരു ലക്ഷ്യവും ഇല്ല. ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി, ഇനി എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി, മരണം വന്നെത്തിയാലും മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥ. പിന്നെ ആരെ കണ്ടാലും എനിക്കെതിരാണെന്നുള്ള തോന്നൽ. അതുകൊണ്ടാണ് ചുമ്മാ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടറുമായിട്ട് ഉടക്കാൻ തുടങ്ങും. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ TTRൻ്റെ എതിരായിട്ട് കേസ് കൊടുക്കും. ഇതുപോലത്തെ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടാൻ ഇടയായി തീർന്ന പ്രിയമുള്ളവർ, അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ കുടുംബസ്വത്തിൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തരണമെന്ന്. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറേ ഡോക്യുമെൻ്റെല്ലാം എടുത്തു തന്നു. ഞാനിത് വായിച്ചു നോക്കിയിട്ടൊന്നും മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ ആങ്ങള ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വരും, തിരുമേനി ഒന്ന് സൂക്ഷിച്ചിരുന്നോണം. തിരുമേനി സൂക്ഷിച്ചിരുന്നില്ല, ചിലപ്പോൾ തിരുമേനിക്കെതിരായിട്ട് പുള്ളി കേസ് കൊടുക്കും. അതുകൊണ്ട് ഞാൻ വളരെ പേടിച്ചായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു, വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു പ്രമാദമായ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാനൊരു കോപ്പി തരാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ട ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പുള്ളിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എന്നുള്ള വാക്കിൻ്റെ പുള്ളിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനാണ് റെയിൽവേക്കെതിരായിട്ട് കേസ് കൊടുത്ത് മലമൂത്ര വിസർജനം വഴിയിൽ വീഴുന്നത് എതിരായി കേസ് കൊടുത്ത് റെയിൽവേയുമായിട്ട് കേസ് കളിച്ച് ഞാൻ ജയിച്ചു. ഇനി ട്രെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ ടാങ്ക് വെച്ചേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പുള്ളി കേസ് കൊടുത്ത് ഇന്ത്യക്കെതിരായി ഇവരെ കേസ് കൊടുക്കാൻ തുടങ്ങി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? പ്രിയമുള്ളവർ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും കയറി പ്രാർത്ഥിക്കാനും പറ്റുകയില്ല, ദൈവത്തെ വിളിക്കും. നല്ല ക്രിസ്ത്യാനിയാണ്. ഒരു കാലഘട്ടത്തിലെ വലിയ സമ്പന്നനാണ് ആ മനുഷ്യൻ. പക്ഷേ ഇപ്പോൾ സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. ഭാര്യയില്ല, ഒറ്റപ്പെട്ടിങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ എത്ര ഭീകരമാണ്. ഈ അവസ്ഥയിൽ നീ ചെന്നെത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ മാർഗം തുറന്നത്. അതാണല്ലോ യേശു. ഇങ്ങനൊന്നും ജീവിക്കരുത്, ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം ജീവിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ നമ്മളും അറിയാതെ ഒരു കായൻ്റെ കൊച്ചു പതിപ്പാണ്. കായങ്ങളും കൊച്ചുണ്ണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? വലിയ ഉണ്ണിയുണ്ട്,
അതാ ഉണ്ണിയെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് ഏത് ഉണ്ണിയെക്കുറിച്ചാണ് പറഞ്ഞത്? കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഒരു കൊച്ചു കായൻ എവിടെയുണ്ട്? എവിടെയുണ്ട്? നമ്മളിലുണ്ട്. ഞാൻ ഇന്നലെ മുതൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിച്ച ഒരു മനുഷ്യനെയാണ് ഇത്രയും നേരമായിട്ട് പരിചയപ്പെടുത്തി തീർന്നില്ല. ആരാ? കായൻ. ഈ ലക്ഷണമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം തോന്നി പുള്ളി ഇപ്പം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. കണ്ടോ? നമ്മുടെ ഉള്ളിലുണ്ട് ഈ പാർട്ടി. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ പാർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഈ പാർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവനെ ഉന്മൂലനം ചെയ്താലേ ദൈവിക പ്രസാദം ഹാബേലിനെ പോലെ തെളിഞ്ഞ മനസ്സോടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റത്തുള്ളൂ. എന്തായാലും പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു, എന്തായാലും മാസവരി അടയ്ക്കുന്നുണ്ട്, നിങ്ങൾ ദൈവിക കാര്യത്തിന് വേണ്ടി കണ്ടമാനം കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ പിന്നെ അതിനൊരു റിസൾട്ട് ആയിക്കോട്ടെ. എന്ത് ചെയ്താൽ മതി? കായേനെ നമ്മുടെ ഉള്ളിൽ ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കായേനെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അരിഞ്ഞു കളയണം, നശിപ്പിക്കണം. അതോടുകൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു തടസ്സം മാറും.